സലീമിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോവാട്ടോ. ചെറിയൊരു ട്രക്കിംഗ് ട്രിപ്പാണ്. സലീം എങ്ങോട്ടാ പോണേ? ഇങ്ങനത്തെ മപ്പാട്ടുകര അല്ലേ, നരിമടക്കുന്ന് കാണാൻ പോവാണ്. നമ്മൾ കൂടെയുള്ള രണ്ടാൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നാൽ യാത്ര ഇപ്പം തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 പേരെയും കിട്ടിയിട്ടുണ്ട് അല്ലേ? മൊത്തം 5 പേരാണ് നമ്മൾ പോണത്. നരിമട കയറാനാണ് പോണത്. ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂർക്കാട് പുഴയുടെ മുകളിൽ കേട്ടോ. ആ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ട്രക്കിംഗ് പരിപാടി എന്താണ് സലീമേ? നെക്സ്റ്റ് പോകുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി KTC പരിപാടി ഉണ്ട് എന്നല്ല പറഞ്ഞത്. എവിടെയാണ്? നെടുങ്കയം. അത് കഴിഞ്ഞിട്ട് നാളെ സൈലന്റ് വാലി. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി വയനാട് ഏതെങ്കിലും ട്രക്കിംഗ് കയറണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. വണ്ടി നിർത്തി നരിമടയിലേക്ക് നടന്നു പോകട്ടോ. ഇവിടെ ഒരു പാലം കാണാം. കൂടെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ചായയും ഫ്രൂട്ട്സൊക്കെ കരുതിയിട്ടുണ്ട്. ഇതവിടുന്ന് ചെറിയ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ട്രക്കിംഗ് ആണ്, കൂടുതലൊന്നും ഇല്ല നടക്കാൻ. റോഫ് കമോൺ. റോഫ് ബാക്കിൽ വരുന്നുണ്ട്. റോഫിൻ്റെ അടുത്തുള്ള ചായ. റോഫ് എല്ലാം അടിപൊളിയാണ്. ഓരോ സ്ഥലത്തേക്ക് വേണ്ട കണ്ടറുണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഫുള്ള് എടുത്തിട്ടാണ് പോകുന്നത്. നടന്നിട്ട് ഊപ്പാട്ടിളക്കിക്കും. കുറേ നടക്കാണ്ട്, കുറച്ച് നടക്കാണ്ട്. നല്ലൊരു പാറൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് കാണിച്ചു തരാം. അയ്യോ അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഈ നടത്ത രസങ്ങൾ നടത്താൻ. അതിന് മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല ലൊക്കേഷനാണ്. ഇവിടെ ഒരു കനാലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇങ്ങനെ ഒരു കനാലുണ്ട് ഇതിൽ കൂടെ. ഓക്കെ, അവിടെ കുറേ ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസാന്ന് തോന്നുന്നത്. ഓക്കെ, ഇതിനി ചാടിക്കിടക്കണം. നല്ല വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, മലകയറ്റം തുടങ്ങി കേട്ടോ. ചെറിയ റെസ്റ്റിലാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്, കോളേജിൽ നിന്ന് കുട്ടികളുണ്ട് കേട്ടോ. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറാൻ വന്നതാണ്, മല കയറാൻ വന്ന. പറഞ്ഞോ കഴിഞ്ഞ ഇൻട്രൊക്കെ ചെയ്യാണ് നരിമടനെ കുറിച്ചിട്ട്. പൈസ പെട്ടിയിൽ വെച്ചിട്ട് അത് വരട്ടെ അതാ വരണ്ടേ. ആ, മല കയറുന്നതിന് മുമ്പ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നാട്ടോ. ഞങ്ങൾ അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് കൊടുക്കുന്നതാണ്. നരിമടയുടെ വ്യൂ പോയിന്റ് ഏറ്റവും ടോപ്പിനെക്കാട്ടും ഭംഗിയായിട്ട് താഴത്തെ ഭാഗം കേട്ടോ കണ്ടിട്ട് തോന്നുന്നത്. അത് അടിപൊളി ലൊക്കേഷൻസാണ്. നല്ല പച്ചപ്പുണ്ട്. ഇന്ന് മഴ പെയ്തിട്ടില്ല, രാവിലെ പെയ്തു. ഇപ്പം എന്തായാലും മഴയില്ല. ഏതാ ലൊക്കേഷൻ? ഞങ്ങളെ ഷർട്ട് അല്ല, മഞ്ഞ ഷർട്ടോ പച്ച ഷർട്ടോ ഇതിലൊക്കെ വേണ്ടി പാറിൻ്റെ സെയിമായി. ഏതാ ലൊക്കേഷൻസ് കേട്ടോ.
അവിടെ ഫ്ലൈറ്റ് കൊണ്ട് ബൈനോക്കുലർ വേണ്ട നമ്മളടുത്ത് നമ്മളെ ഫോണിലെന്നെ കിട്ടി നോക്കിയതാ. പൊട്ടിയോ? ചക്കരയാ അങ്ങോട്ട് നോക്ക്. നരിമണ ട്രക്കിനെ കുറിച്ച് എന്താ പറയാള്? നരിമണ ട്രക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മളിവിടെ കാണാത്ത രീതിയിലുള്ളൊരു വൈബുള്ള സ്ഥലമാണ്. അതായത് പാറകളാണ് കൂടുതൽ. ഓക്കെ. മറ്റേത് നമുക്ക് കാടും പൊന്തൊക്കെയല്ലേ. മഴ പ്രതീക്ഷിച്ച് വന്നാണ്. അതെ, മഴ പ്രതീക്ഷിച്ച് വന്നുകൊണ്ടാണ് ഈ ഫോട്ടോ കിട്ടുന്നത്. നടക്കണില്ല. പക്ഷെ മഴ വരും പ്രതീക്ഷിക്കാം നമുക്ക്. നല്ല വെയിലാണ്. മഴ പെയ്യും നേരെ കയറി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. ഓക്കെ. റോഫിൻ്റെ ഈ ഒരു ആത്മവിശ്വാസമാണ്. വിശ്വാസങ്ങളൊന്നും ചതിച്ചിട്ടില്ല. റോഫ് ചായ ഉണ്ടാവും നിൽക്കണം കേട്ടോ. ചായ വൈബിലിരുന്ന് കുടിക്കണം വിചാരിക്കണ്ട്. ഇജ്ജ് വീണാല് കുപ്പിയൊക്കെ ആയിരുന്നു. ചക്കരിയ പിൻവാങ്ങിട്ടോ. ഓയ് കയറി ചക്കരിയ കമോൺ. ഏത് പാറമുടി കയറാൻ പറ്റിയ ചെരുപ്പാണ് ചക്കരയുടെ വള്ളി ചെരുപ്പ്. കയറും അവിടേക്ക്. അവിടെ കയറിയില്ലേ? നീ റോഫ് അടുത്ത് ഹായ്. പക്ഷേ അടിപൊളി സ്ഥലമാണ്, വ്യൂ ആണ്. ഞാൻ മോൾ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കൂടെയാണ് പാറിന് മോൾക്ക് കയറുന്ന റെഡിക്ക് വഴി കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് കാരണം. ഓ കുറച്ച് റിസ്ക്കാണ്. ഓ ഏതാ വ്യൂ യാ മോനെ. സലീമയുടെ ബൈനോക്കുലറിൽ എന്തൊക്കെയാണ് നോക്കുക കേട്ടോ. ഓരോ സ്ഥലങ്ങൾ നോക്കുകയാണ്. സലീമേ എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എന്താ പറയാ, ഇതിപ്പോ നമ്മളെ നാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അല്ലാതെ ഊട്ടിയും മൈസൂരും കുറെ ലോങ് യാത്ര ചെയ്തിട്ട് പോയിട്ടൊന്നും ബൈക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വെങ്ങാട്ടിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? കുന്നും മരകളും താഴ്വരകളും പാടവും പുഴയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് വന്നു. നമ്മളവിടുന്ന് ഒരു 10-15 കിലോമീറ്ററിലേ ഉള്ളൂ. ഉള്ളൂ. അപ്പൊ വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു ലൊക്കേഷനാണ്. മപ്പാട്ടുകരയാണ് ഇതിന്റെ ലൊക്കേഷൻ അല്ലേ. സ്ഥലം മപ്പാട്ടുകരയില്ല കേട്ടോ. മഴ ഉണ്ടെച്ച് ഒന്നുകൂടി നല്ല വൈബ് കിട്ടിയിരുന്നു. മഴ പെയ്യുന്ന പ്രതീക്ഷിക്കാം. ഇപ്പം നരിമട കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ. ബാക്കിലാണ് മട ഉണ്ട്. നല്ലൊരു അടിപൊളി ഒരു തണലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇവിടുന്ന് റോഫിൻ്റെ ചായ സൽക്കാരുണ്ട്. ഓക്കെ, കാറ്റല്ല കാറ്റാട്ടോ ഇവിടെ. പന നല്ലൊരു ഗുണമായിട്ടോ. ഇവിടെ പന ഉണ്ട്, നല്ലൊരു ഗുണമായി. റോഫ് എങ്ങോട്ട് നോക്കടാ. ഏതാ കാറ്റ്, എന്താ സുഖം. നല്ല തണല്, മഴയും കൂടെ അടിപൊളി തണല്. ആ വന്ന് നുറുക്ക് പഴം ഒക്കെ വന്നു. ഈ ചായ സൽക്കാരം കൂടി. നരിമടയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഫോണുമ്പോൾ കളിച്ചിരിക്കുകയാണ്. ഞാനിവിടെ 360 വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. അതുണ്ട് ഇതുണ്ട്, രണ്ടുണ്ട്. വ്ളോഗിങ് ഉണ്ട്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് പോയാൽ കേട്ടോ. 360 വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഓക്കെ, സലീമൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് പോയാൽ നല്ല വ്യൂ ആണ് അവിടെ. റെക്കോർഡാവണില്ലേ? അത് ചെറുതായി എന്താ എടാ ഞങ്ങളെവിടെ ഇങ്ങട്ടാ ഇങ്ങട്ടാ ഇതിന്റെ മേലക്ക് അങ്ങോട്ട് നേരെ നിർന്നിറക്കാം അങ്ങോട്ട്. എവിടെ തങ്ങളെ അതിന് തങ്ങൾ പത്ത് 360 ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ.
ഏതാ വൈബ്. സലീമ എവിടുക്കാ? ആ അനക്കിടക്ക് ഇതിന് മുകളിലെത്തിയൊരു വൈബ് തോന്നുന്നു. ചിക്കൻ ചുട്ടത് എവിടെ ഒരു കുഴി ഉണ്ടായിരുന്നല്ലോ, ആ കുഴിയിൽ. ഏതാ അവിടെ നിന്നുള്ള നല്ലൊരു മഴ വരുന്നുണ്ട്. റൂഫ് ഭയങ്കര ആനന്ദത്തിലാണ്, ആഹ്ലാദിക്കാണ്. മഴയും കൂടി പെയ്താൽ റൗഫ് ചായ കുടിക്കാനുള്ള ഫുള്ള് സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഏത് അടിപൊളി ക്ലാസ് കൊണ്ട് ചായ കുടിക്കാൻ. ലൊക്കേഷൻ നോക്ക്. സലീം ഇവിടെ നിന്നുണ്ട് അവിടെ എന്തോ നോക്കുന്നു. എന്താ സലീമ നോക്കുന്നത്? സലീമ കാഴ്ചകള്. അയ്യോ കാഴ്ചകൾ തന്നെയല്ലേ. അച്ചപ്പണ്ട് ഇവിടെ ചെറുപഴം കുറേ ഉണ്ടായിട്ട് കഴിഞ്ഞു. ഇതിങ്ങനെ അടിപൊളി കട്ടങ്ങനെ ഇങ്ങനെ ഈ പാറ ഉണ്ടല്ലോ, ഈ പാറ ഇങ്ങനെ ഇതാക്കി വെക്കുക. ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ പാരണ ഇങ്ങനെ കാണണം. എന്നിട്ട് പിന്നെ ഗ്ലാസ് വീഡിയോ ഏത് ഗ്രൂപ്പില്? ഗ്രൂപ്പിലൊക്കെ ഇട്ടോളൂ. ഇഷ്ടം പോലെ അതിന് അളവ് നോക്കാനാട്ടോ. ഏതാ വൈബ്. നേരെ പുഴ കാണണ്ട. ഏതാ വൈബ്. മലയുടെ മുകളിൽ നല്ല ചായയും കുടിച്ചിരിക്കുക. എൻ്റെ മാതിരി തന്നെ മധുരം, എൻ്റെ ആഗ്രഹത്തിന് മധുരം വളരെ കുറവാണ്. എനിക്ക് കറക്റ്റാണ്. ചായ കുടിക്കട്ടെ. ചായ ലൊക്കേഷനിൽ അടിപൊളി ലൊക്കേഷൻ എന്നിട്ട് കട്ട ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് വീഡിയോസ് കാണിച്ചു തരാം. ഏതാ ചായ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിങ്ങനെ പാർന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പിടിക്കും. പിടിക്കുമ്പോ ആ ഗ്ലാസ് കൂടെ ഇങ്ങനെ കാണും. അതുപോലെ റോഫും നോക്കാം. ഓക്കെ, ചായ കുടിക്കാണ്. ചായ കുടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. പട്ടാമ്പിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അവരുണ്ട് നമ്മളെ കൂടെ. ഓക്കെ, റോഫിൻ്റെ ചെറിയ വ്ളോഗാണ്. റോഫിൻ്റെ ചായ സൽക്കാരാണ് കേട്ടോ. ഞാൻ കുടിക്കണ വീഡിയോ ആണ് വ്ളോഗിൽ. ഇത് പട്ടാമ്പിന്ന് വന്നവരാട്ടോ. അത് കുറച്ചും കൂടി വേണം. കണ്ട മൂല്യന്മാർ ഇത് അവിടെ എത്തിയിട്ട് മുകളിലെത്തിയിട്ടുണ്ട്. ആമസോൺ വ്യൂ പോയിന്റ് അതേ ഏകദേശം ഒരു വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. അത് പക്ഷെ അതിൻ്റെ ഒരു നല്ല ചായ വർത്തമാനം പറഞ്ഞോളേ. ഞാൻ താഴത്ത് പോയി തെരഞ്ഞെടുക്കും. ചായ പോലൊക്കെ ഫയർഫോഴ്സിന് വേഗം വരും. അതാണ് ഇപ്പൊ അതങ്ങനെയാണ്. ഓരോ ഒന്ന് ചായ എടുത്തരും. ഓരോ പരിപാടി അതൊക്കെയാണ്. ഈ ആൾക്കാരൊന്നും കേട്ടോ. അപ്പോൾ നമ്മൾ വൈബും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ്. കയറി വഴിക്കൂടെ എല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് ഡേഞ്ചറായ വഴിക്കൂടെയാണ്. ആരും ഇതിലൂടെ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇതിന് മുന്നേ ഇറങ്ങി പരിചയമുള്ള ഒരാളെ കൂടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സക്കരി അതിന് മുൻപ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സക്കരി ഇറങ്ങിയിട്ടില്ല, വേറെ ആരും ഇറങ്ങിക്കൂടെന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല സൺസെറ്റാണ്. അവരോട് ഇറങ്ങി അവിടെ എത്തിട്ടോ. സലീമ, സലീമ, റൗഫേ, ടാസ്ക് ആണോ? എന്ത് ടാസ്ക്? ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ, സലീമ കവർ കൊണ്ട് വാ, ഇതുകൊണ്ട് വാ, ബാഗ് കൊണ്ട് വാ. ആ
ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ആദ്യം ഇറക്കത്തിൽ കൂടെയാണ് ഇറങ്ങുന്നത്. ഡേഞ്ചറാണ്. താങ്കളെ സേഫാണോ? കാല് പോകില്ല വിചാരിക്കല്ലേ. ഒന്ന് കാല് തെറ്റിയാൽ താഴത്തേക്ക് എത്തും. ഇത് വീഡിയോ അടിപൊളിയാവട്ടോ. റബ്ബറിൻ്റെ ചെരുപ്പായതുകൊണ്ട് സേഫാണ്. ആ പാറ അടിപൊളിയാണ്. ശരി പറയിക്കാം. ഇറക്കം അടിപൊളിയാട്ടോ. ഇറക്കം ഡേഞ്ചറായി ഇറക്കണം. പക്ഷേ മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല സേഫായിട്ട് ഇറങ്ങാൻ വെക്കുന്നുണ്ട്. തങ്ങളെ ഒരു ബോട്ടിൽ പിടിക്കോ? ആ പോയി. അത് 100 രൂപയല്ല സലീമേ, 165 ആ 65 ഡക്കാത്തിലോട്ട് സാധനമാണ്. 65 അത് 99 അല്ല. എൻ്റെ വാട്ടർ ബോട്ടിൽ വില കുറച്ച് കാണാം കേട്ടോ. ഇത് കുഴപ്പമില്ല. ഇവിടെ ഇറങ്ങട്ടോ. നേരത്തെ കുത്തനെ വീഡിയോ ഓഫാക്കൂല കേട്ടോ. റിസ്ക് എടുത്ത് ഇറങ്ങിയാലും എടാ നിൽക്കടാ. എക്സസ് ഈ കയറ്റാണ് ഇറങ്ങി കേട്ടോ. ഈ പാറിൻ്റെ മുകളിൽ നിന്നാണ് ഇറങ്ങിയത്. ഓരോടത്തി ഇവിടെയാണ് നരിമട ഉള്ളത് കേട്ടോ. ഇവിടെയാണ് നരിമട ഉള്ളത്. നരിമട കാണാൻ വന്നിട്ട് നമ്മൾ നരിമട കാണണ്ടേ? എങ്ങനെ എവിടെയാണ് നരിമട? ആ ഇവിടെയാണ്. പണ്ട് നരികളൊക്കെ വന്ന് താമസിച്ചെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഇതാണ് നരിമട. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റേ ചെയ്യാം. മൃഗങ്ങളുടെ ഒന്നും അറിയില്ല. ഇവിടെ കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് ഇറങ്ങാണെന്ന് അറിയില്ല. ഓ ഇടിക്ക് വലിയൊരു ഗുഹയുണ്ട്. ഇവിടെ ആരെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഒക്കെ ഡീപ്പായിട്ടുള്ളൊരു ഗുഹ തന്നെ കേട്ടോ. തേനീച്ച കോട്ടരുമയാണ്. കോട്ടരുമ. ഓ കോട്ടരുമ ഉണ്ടല്ലേ? യാ മോനെ എത്ര വെച്ചിട്ട് കോട്ടരുമ ഒക്കെ കോട്ടരുമയാണ്. പാറന്റെ കളർ മാറി വിചാരിച്ചല്ലോ. ഒക്കെ കോട്ടരുമയാണ്. ജീവനുണ്ടോ? ആ ജീവനുള്ള തന്നെയാണ്. എന്താന്ന് അറിയില്ലല്ലേ ഇങ്ങനെ ഉണ്ടാവുമ്പോ പാറയുടെ ഇതാണ്. ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കോട്ടരുമയാണ്. കോട്ടരുമകളാണ് ഇതൊക്കെ നിൽക്കണത്. വക്കത്തൊക്കെ അവിടെ ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കോട്ടരുമയാണല്ലേ? ഈ കറുപ്പ് കണ്ടിടത്തൊക്കെ ഇറങ്ങല്ലേ? ഇറങ്ങല്ലേ? ഇറങ്ങി ഇറങ്ങി. അരിമട കൊണ്ടോണ്ട. മേത്തേക്ക് ഇടിപ്പിക്കണ്ട. ഇടയ്ക്ക് ഇളകുണ്ട് വെറുതെ. അത് വെളിച്ചം കാണുമ്പോൾ പാരാ. കോട്ടരുമയുടെ പ്രൊഡക്ഷൻ ഇവിടുന്നാണോ? താങ്കളിറങ്ങി. സെലീമ ഇറങ്ങി. സെലീമ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. വീഡിയോയിൽ പെടണം. ഓഫ് ഇറങ്ങി. കുപ്പിച്ചില്ലല്ലാണ്ട് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ. തിരിച്ച് താഴത്തേക്ക് എത്താനായി. നരിമട വ്യൂ പോയിന്റ് മസ്റ്റ് വിസിറ്റ് ഉള്ള സ്ഥലം കേട്ടോ. റോഫിൻ്റെ ക്യാമറ ഉയർത്തിക്കണം. 360 അടിപൊളി വീഡിയോ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അവൻ വിട്ടരൂല. അതാണ് പ്രശ്നം. ഇതിൻ്റെ ചോട്ട് കുറേ അഭിനയിച്ചിട്ടുണ്ട്. ഈ ക്യാമറയുടെ പിന്നാലെ ഓടിയിട്ടും ചാടിയിട്ടും പിന്നാലെ സൈക്കിൾ കൊണ്ട് ചവിട്ടിയിട്ട് കുറേ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. തിരിച്ചിറങ്ങില്ല. ഞങ്ങൾ ഷോർട്ട് വഴി ഇറങ്ങിയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയുടെ അടുത്ത് എത്തി. മഴ ഉണ്ടാകുമ്പോൾ വരിക വെച്ചാൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് കാണാം കേട്ടോ. മഞ്ഞൊക്കെ കിട്ടും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് മഞ്ഞൊന്നും കിട്ടില്ല. പക്ഷേ നല്ല ക്ലിയറിൽ പുഴയൊക്കെ കാണാൻ പറ്റി. നമ്മളെ വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് പോയത് കേട്ടോ.